ഹായ് ഹലോ. ഇന്നൊരു മക്രോണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കടായിലോട്ട് മക്രോണി വേവിച്ച് വെച്ചേക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് അത് നല്ല മൂത്ത് വരുന്നുണ്ട്. ഇനി അടുത്തത് മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ ബാക്കി സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കണം. സവാള ഇട്ടു. സവാള നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണം എല്ലാം പോകുന്നത് വരെ വഴറ്റണം. സവാള വഴന്നു വരുന്നുണ്ട്. ഈ സവാള പെട്ടെന്ന് വഴന്നു വരാൻ ശകലം ഉപ്പിട്ട് കൊടുക്കണം. ശകല ഉപ്പ്. മക്രോണി വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ശകലം ഈ മസാലകൾക്കും ഉപ്പിനും ഉള്ളിക്കും തക്കാളിക്കും മസാലകൾക്കും വേണ്ടി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ അടുത്ത തക്കാളി ഇട്ട് ചെയ്തിട്ട് തക്കാളി നല്ലപോലെ ഇത് കിടന്ന് നല്ല നല്ല വേവണം. എങ്കിലേ ഇതിൻ്റെ രുചി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പച്ചമണം നിങ്ങളൊക്കെ എങ്ങനെയാണ് മക്രോണി പാകം ചെയ്യുന്നത്? ഇതേപോലെ തന്നെയാണോ? മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. ഗരം മസാല ഒരു ശകലം.
എന്താ നോക്കട്ടെ, ഇത് ജീരകപ്പൊടി. ഇത് നല്ലപോലെ മിക്സ് ചെയ്യും. ആ പൊടി, ഉള്ളി, തക്കാളി എല്ലാം എണ്ണയിൽ കിടന്ന് വഴന്ന് മസാലപ്പൊടി ഇട്ടപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. മക്രോണി വേവിച്ച സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അതും അതിലോട്ട് വീഴ്ത്തി കൊടുക്കും. ശകലം ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. അടുത്തത് മക്രോണി ഇതിലോട്ട് ആഡ് ചെയ്യും. രാത്രിയാണ് ഞങ്ങൾ ഈ കുക്ക് ചെയ്യുന്നത്. നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്യണം. നല്ല മണം വരുന്നുണ്ട്.
മല്ലിയില ശകലം ഇടേണ്ടതായിരുന്നു, പക്ഷേ മല്ലിയില ഇല്ല വീട്ടിൽ. അതുകൊണ്ട് ശകലം കുരുമുളക് പൊടി. അങ്ങനെ കുക്കിങ്ങിൻ്റെ പരിപാടി തീർന്നുകൊണ്ടിരിക്കുക, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുക. എടുത്തോണ്ട് വരും. ഞാൻ രുചിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചട്ടിക്കൊരടിയുണ്ട് ഇവിടെ. ആ ചടങ്ങാണ് കഴിഞ്ഞത്. വീഡിയോ കുറച്ച് ലോങ് ആണല്ലേ, അത് കുറച്ച് അങ്ങനെ മക്രോണി കുക്ക് ചെയ്ത് പ്ലേറ്റിൽ വിളമ്പി. ഞാൻ ഇതിൻ്റെ രുചി നോക്കട്ടെ കേട്ടോ. നല്ല കിടുക്കാച്ചി റെസിപ്പി, നല്ല കിടുക്കാച്ചി സംഭവമായിട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്, കമൻറ്റും ഇടണം. ഓക്കെ, അസ്സലാമു അലൈക്കും.